നോക്കും നേരം വെളുത്തു. ഞങ്ങൾ നേരെ ലൊക്കേഷനിലേക്ക് പോകാം കേട്ടോ. സമയം ഇപ്പം 6 മണി. നേരം പോലും വെളുത്തിട്ടില്ല. എൻ്റെ ഫോൺ നോക്കണ്ട കേട്ടോ, അതിന് ഫോഗ് പിടിച്ചാണ്. ലിബി അവിടെ സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. വാടാ ലിബി വാ, എന്നിട്ടാണ് അടയ്ക്കാൻ. ഓരോ സാധനങ്ങൾ വണ്ടിയിലേക്ക് എടുത്തു നോക്കും കേട്ടോ. എല്ലാം വെച്ചോ? ഇല്ലില്ല, എടുക്കണം. അതിൻ്റെ താക്കോൽ എടുത്തോ? അടിപൊളി. നിങ്ങൾ സഫായിട്ട് താക്കോൽ എടുക്കാൻ പറഞ്ഞു. രാവിലെ നമ്മൾ 6 മണിയാകുമ്പോ പക്ഷെ നേരം വെളുത്തിട്ടില്ല. രാവിലെ നമ്മൾ എണീറ്റു, കുളിച്ചു, കഷത്തിലും സെൻട്രൽ ഭാഗത്ത് നമ്മൾ എണ്ണ തേച്ചു. കാരണം തുലി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓവർ ഒച്ച സംസാരിക്കുന്നില്ല. വളരെ പെരിയ കാക്കനാട് ലക്ഷ്യമാക്കി പോവാണ്. വേറെ കാര്യമുണ്ട്, ഇനി നമുക്ക് മൈക്ക് ഓപ്പറേറ്റർ വേറെയാണ്. തീർത്തില്ല പ്രൊഡ്യൂസർ എന്ന നിലയിൽ നമ്മുടെ ട്രൗസർ എന്ന് കീറും. അതുകൊണ്ട് വളരെ ശ്രദ്ധ. ഇന്ന് ലൈറ്റ് ഷൂട്ട് കൊണ്ടുവന്ന ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇന്നൊരു ക്രിട്ടിക്കൽ മൂവ്മെന്റാ. കാരണം ഇന്ന് രാത്രി വരെ ഷൂട്ടുണ്ട്, ഒരു സ്ഥലമുണ്ട്, അങ്ങനെ ലൈറ്റ് സംവിധാനമൊക്കെ വെച്ചുള്ള പരിപാടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും പാടിടും അല്ലേ ഏട്ടാ? ഇന്ന് തീർക്കണം, തീർച്ചയായിട്ടും ഇന്ന് തീർക്കണം കേട്ടോ. അല്ലേ പണി എല്ലാം പാളും. കാരണം ഡേറ്റ് അല്ലേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സ് ആയിട്ട്. 2 ദിവസമല്ലേ നമ്മൾ പറഞ്ഞേ? ചേട്ടന് 3 ദിവസമായി. ഇനി ചേട്ടന്റെ പരിപാടി ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. രാവിലെ തന്നെ പറൂർ കവലയിലെ തിരക്ക് നോക്കി അതുപോലുള്ള ഓരോ സിഗ്നലുകൾ താണ്ടിയാണ് പോകേണ്ടത്. രാവിലെ ആയതുകൊണ്ട് ഭാഗ്യം. നമുക്ക് സത്യം പറഞ്ഞ ഇനി ലൊക്കേഷനിൽ എത്താൻ ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് ആ ഗ്യാപ്പിൽ നമ്മൾ നിൽക്കണം. 10 മിനിറ്റ് കളമശ്ശേരി ആണോ? മറ്റേ ചേട്ടനും കൂടെ നമ്മൾ കൂട്ടണ്ടേ? മറ്റേ ചേട്ടനും കൂടെ ടാറ്റ സഫാരിക്ക് ഗീറിട്ട പോലെ ഞാൻ ഗീർ ഫ്രണ്ടിലേക്ക് ഇട്ടു. റിവേഴ്സ് തന്നെ ഇപ്പം സൗണ്ടിന്റെ ആള് വരാൻ കേട്ടോ. സി സൗണ്ടിന്റെ മുകളിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെ 2 ദിവസം 3 ദിവസം നമുക്ക് തന്ന ആളല്ല കേട്ടോ. പിന്നെ പുതിയ ആള് മറ്റൊരാളായിട്ട് സെറ്റ് ആയപ്പോ അയാൾ പോവുകയും ചെയ്യും. അല്ലേ സെറ്റായി പോവാനാ? അല്ല പിന്നീട് അങ്ങനെ ഫൈനലി ഇന്നലെ ഷൂട്ടിംഗ് നടത്തിയ സീപോർട്ട് എയർപോർട്ട് റോഡിലെത്തി. ഇനിയിപ്പോ അവിടുത്തെ ഇതനുസരിച്ച് അറിയത്തുള്ളൂ. ചിലപ്പോൾ ചെന്ന അവിടെ സ്ക്രിപ്റ്റ് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കൽ ഗോവിന്ദ. വേറെ കാര്യമുണ്ട്, ഇപ്പം മറ്റേ സ്ക്രിപ്റ്റ് പഠിക്കാനാ പറയുള്ളൂ, ഷൂട്ടിംഗ് എടുക്കൂല. നോക്കൂ ഫൈനലി ഞങ്ങൾ ലൊക്കേഷന് വന്നിട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടോ. ഇപ്പോൾ നല്ല കോടയും നല്ല കിടിലൻ ക്ലൈമറ്റാണ്. ഇപ്പോൾ ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ പരിപാടി തുടങ്ങും. ഇവിടെയാണ് നമ്മുടെ വണ്ടികളും നമ്മുടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏകദേശം എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ലൈറ്റ് വന്ന അപ്പം തന്നെ പരിപാടി പട്ടേന്ന് തുടങ്ങും. രാവിലെ എണീറ്റു. ഓരോ ഒച്ചത്തിൽ സംസാരിക്കുന്നില്ല. സൗണ്ട് ഞാൻ ചെറിയൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി മൊത്തം പാളിപ്പോവും. അതുകൊണ്ടാട്ടോ പെരിയ സംസാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീർക്കണം. ഇന്ന് തീർത്തില്ലെങ്കിൽ പരിപാടി പാളിപ്പോട്ടോ. ഇപ്പം നിന്ന് ഈ സ്ഥലത്തും നമ്മൾ നേരെ പോവുക കേട്ടോ. അതായത് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ചേട്ടാ എല്ലാം ഡിലീറ്റ് ചെയ്യുവാണോ? അല്ല, ഇതിലുള്ള ഫയൽ ഡിലീറ്റ് ചെയ്യുന്ന സ്പേസ് ആണ്. ഇത് എത്ര കട? 128. എന്നിട്ട് തികയുന്നില്ല. അപ്പൊ എത്ര ബിറ്റിലാണ് കയറുന്നത്? അങ്ങനെ 10 ബിറ്റില്. എൻ്റെ അമ്മേ കാശ്, ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാക്കിൽ ഈ 10 ബിറ്റ് എടുക്കുമെന്ന്. പക്ഷെ സിമ്പിൾ ആയിട്ട് എടുത്തു കേട്ടോ. അത് മേടിച്ച് ഉപകാരമല്ലേ ചേട്ടാ? വളരെ അല്ലേ? ഞാൻ വിചാരിച്ചാണ് അത് പാഴാണ് പൈസ എന്നുള്ളത്. പക്ഷെ 1 ലക്ഷം രൂപയ്ക്ക് വെറുതെ കേട്ടോ. അതിനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒന്ന് കിട്ടി. നമ്മളിനി നേരെ വണ്ടി എടുത്ത് നേരെ പോവാം കേട്ടോ. ഗൈസ്, ഒരു ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ അടുത്ത ലൊക്കേഷനിലെത്തി. 3 ദിവസമായിട്ടോ ഞങ്ങൾ ഈ ഷർട്ട് ഇടുന്നത്. 3 ദിവസം. ഇനി 3 ദിവസം നാളൊക്കെ മാറാൻ പറ്റുള്ളൂ. ഹായ്, ഗുഡ് മോർണിംഗ്. ബും ഗൈസ്, നോക്കൂ നജീബൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നജീബൊക്കെ ലിവിന് അങ്ങോട്ട് കേട്ടോ. നജീബൊക്കെ അവിടെ പോയടാ. ക്ലിപ്പ് മിസ്സാകരുത്, അതാണ് നമ്മുടെ മെയിൻ പ്രാധാന്യം. അപ്പം ക്യാമറയ്ക്കകത്തുനിന്ന് എന്തെടുക്കാണ്, കാർഡ് എടുത്തിട്ട് ഇതിനങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഡയറക്റ്റ് കാർഡ് ഇടാം. അതാണ് എൻ്റെ ഒരു മെയിൻ പോസിറ്റീവായ കാര്യം അല്ലേ? ഇതിൻ്റെ മേളിലേക്കുള്ള മോഡലുകൾക്ക് ഇല്ലല്ലോ ചേട്ടാ. M3 M2 ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടോ? കിഡിലൻ. എന്താ ലുക്കെന്ന് നോക്കിയേ. അത് കലക്കിട്ടോ. ഞങ്ങളെ അടുത്തൊരു സ്ഥലത്തോട്ട് പോകാം കേട്ടോ. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ പരിപാടി നടക്കട്ടോ രാവിലെ തന്നെ. അതിൻ്റെ 4 മണിക്കോ 5 മണിക്കോ ഇറങ്ങിയ പരിപാടിയല്ലേ. ഞങ്ങളങ്ങനെ അടുത്ത ലൊക്കേഷനിലെത്തി. മിസ്റ്റർ നജീബ് ഖാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യാ ഐസ് ഡ്രോൺ പറത്താൻ പോട്ടോ. പ്ലീസ് ചെക്ക് ദ മാപ്പ്. ഐസ് അടുത്ത ലൊക്കേഷൻ തുടങ്ങാം കേട്ടോ. നോക്കൂ, അതായത് HMT വാച്ചിൻ്റെ ഇതുണ്ടോ. ഇവരെ അടുത്ത ഷൂട്ടിനുള്ള സംഭവമാണ്. ഞങ്ങളുടെ ചെറിയ ക്ലിപ്പ് ഉണ്ടായിരുന്നത് കഴിഞ്ഞു. നമ്മുടെ ഡയലോഗ് എവിടെ എത്തി? ഗൈസ് നോക്കൂ, ഞങ്ങൾ ഡയലോഗ് കേട്ടോ. ആണോ? ഗൈസ്, ഇനിയിപ്പോൾ ലിവിൻ്റെ ഒക്കെ മാർഗ്ഗ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് തകൃതി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ ഷോട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി താഴോട്ട് വന്ന ഓവറായി. ഇന്ന് ബ്ലോഗിൻ്റെ പുറകെ നിന്ന് ഇതിൻ്റെ ഷൂട്ടിന് ലെങ്ത് ആവട്ടോ. അപ്പം കയ്യിൽ നിന്ന് സാധനം പോവും. അതുകൊണ്ട് ടൈറ്റ് ഷെഡ്യൂളാണ്. ഞാൻ നേരെ ഫ്രണ്ടിലേക്ക് പോട്ടോ കേട്ടോ. നേരത്തെ സ്ഥലത്ത് നമ്മൾ രാവിലെ വന്ന ആ സ്ഥലത്തെത്തി കേട്ടോ. അതായത് ഇതാണ് ആ സ്ഥലം. അപ്പം നമ്മുടെ അവിടുന്ന് പിന്നെ പണിക്കാരെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നു. എന്നെ സംബന്ധിച്ചാൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ആ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ളത്. നിങ്ങൾ എന്നാ കഴിച്ചേ? പൊറോട്ട
ഓ മൈ ഗോഡ്. ചെറിയ ടീ ബ്രേക്ക്. ലിബിനുണ്ടല്ലോ, ലിബിൻ നീ 6 മണിയിലാണ് കയറി പിടിച്ച എന്നിട്ടോ ഞാന് മറ്റേ മുടിയുള്ള ചേട്ടനെ പിടിക്കാൻ വേണ്ടി പോയതാ. അത് ക്യാമറമാൻ കയറിപ്പോയി. എന്നിട്ടോ അവര് പറയുന്നുണ്ട് ഇത് ക്യാമറമാൻ ചേട്ടന്റെ പാവം കേട്ടോ. തുടങ്ങല്ലോ നമ്മൾ അടുത്ത സിനിമ പോലെ ആള് മാറി പറഞ്ഞപ്പോ അവര് വിചാരിച്ച് ബിബിൻ പറയണ ആള് മാറി ഇടിയോ ക്യാരക്ടർ പഠിക്കുന്നോ ഇനിയിപ്പോ അടുത്ത ഷോട്ടിന് പോകട്ടോ. നോക്കൂ, നേരത്തെ ഇന്ന് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ അങ്ങനെ അടുത്ത ലൊക്കേഷനിലെത്തി. അവിടെ നമ്മുടെ 2 വണ്ടിയുണ്ട്, ഇവിടെ വേറൊരു വണ്ടിയുണ്ട്. ഈ കാണുന്ന കടയിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അതുപോലുള്ള സംവിധാനങ്ങളൊക്കെയാണ് നടക്കണേ. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഷോട്ടൊക്കെ തീരാറായി. പിന്നെ ഇനിയിപ്പം അങ്ങോട്ടുള്ള സംഭവമാണ് ഇന്ന് തീർക്കണം കേട്ടോ, ഇല്ലെങ്കിൽ സംഭവം പണി പാളും, കൈ നിൽക്കാതാവും. കുറേ സംഭവമുണ്ട്. അതായത് നമ്മളിത് ഒരു എന്താ പറയുക, ഡേറ്റ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കളികൾ മാറും കേട്ടോ. അപ്പം ഡേറ്റ് ആണ് എൻ്റെ മെയിൻ കളി. ഇവിടെയായിരുന്നു പഴയ നമ്മൾ ആദ്യം നമ്മുടെ TT നെപ്പോളിയനെ പണിത വർക്ക്ഷോപ്പ് കേട്ടോ. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് ഒരു 100 മീറ്റർ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. അതെ, അവിടെ 100 മീറ്റർ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന ഇതിലങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക്ഷോപ്പ് കിട്ടും കേട്ടോ. മൈക്ക് സെറ്റിംഗ് ആട്ടോ. എൻ്റെ മൈക്ക് വേണോ? എൻ്റെ ട്രൗസർ ഗ്രൂപ്പ് മൈക്ക് സെറ്റിങ്ങും പരിപാടികളൊക്കെ ആട്ടോ. മൊത്തം എല്ലാവർക്കും ഇനി മൈക്ക് സെറ്റ് ചെയ്യണം, അങ്ങനെയുള്ളത് നല്ല പറ്റിയ വില കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ. ഈ കാണുന്ന എവിടെയാട്ടോ ഷൂട്ട് നടക്കുന്നത്. ഞാനും പോട്ടോ കേട്ടോ. ഇവിടെ എന്നിട്ട് കാര്യമില്ല, ഞാൻ അതിൻ്റെ അപ്പുറം പോവാം. അപ്പുറം ഷൂട്ടിംഗ് നടക്കും കേട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് മാറിയിരുന്നു അല്ലേ ഏട്ടാ? ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് മാറി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ. അതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് നിന്ന് ബ്ലാക്ക് മിൽക്കിന് മേടിച്ച് അത് കഴുകി കഴിക്കാം കേട്ടോ. ചേട്ടനിപ്പം കഴുകി തരാമെന്ന് പറഞ്ഞു. കഴുകുന്നു, കഴിക്കുന്നു. അവിടെ തകൃതിയെ ഷൂട്ടിങ് നടക്കുന്നു. ഞങ്ങളെല്ലാം അവിടെ വിളിച്ചു നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോയിട്ട് ഇനി നമ്മുടെ മെയിൻ ആ സ്പോട്ട് ഇനി ചേട്ടൻ്റെയൊക്കെ സീനാണ് വരും. ഇനി പുള്ളിയുടെയൊക്കെ സീനാട്ടോ വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ സീനുകളും സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങും. കഴിച്ച് നോക്കൂ. അതായത് ഞങ്ങളിവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പുറം ഞങ്ങൾക്ക് ഇപ്പുറം നിൽക്കാനേ പറ്റുള്ളൂ. ചേട്ടനോട് വത്തക്ക ജ്യൂസ് ഉണ്ടാക്കും കേട്ടോ. ഒന്ന് പോയോ ചേട്ടാ? പോയോ? നൈസായിട്ട് നോക്ക്, ഇല്ല തെറിവിളി കേൾക്കേണ്ടി വരും. കഴിച്ച് ഇവിടെ ഓവർ ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ എത്തി. ഇവിടെ എന്നെ വിഷയം അറിയാം, ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, അങ്ങനെയല്ല ചേട്ടാ, ലൈറ്റിൻ്റെ ഒക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് എടുക്കണ്ടോ, അങ്ങനെ ഊട്ടി നടക്കും കേട്ടോ. മുന്തിരി ഗൈസ് കിട്ടുന്ന സാധനം കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചാണ്, കഴുകി സെറ്റപ്പ് ചെയ്ത് മേടിച്ചു കേട്ടോ. കഴിച്ചിട്ട് കഴിച്ചാൽ സെറ്റപ്പ് ആയിരിക്കും ഗൈസ്. ഞങ്ങളുടെ ഷൂട്ടിങ് അവിടെ നടക്കും കേട്ടോ, ഷൂട്ടിങ്. അപ്പം ഞങ്ങൾ ഇതിലിങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുവാണേ. അപ്പം ഇവിടെ കിടന്ന ഒരു സാധാ പേപ്പർ ഒരു $5 അപ്രോക്സിമേറ്റ് 83 രൂപ ചൂട്ടാണ്. $5 എത്ര? 82 സംതിങ് ആണ്. 85 83 ആ. അപ്പം എത്ര? 10 830. അപ്പം 415 രൂപ. 415 രൂപ കേട്ടോ കാണുന്നത്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അല്ലേ? ഇത് കഴിഞ്ഞ് ഇവിടെ എൻ്റെ കാണും കേട്ടോ. ആര് കയറി കളഞ്ഞാണോ എൻ്റെ അമ്മോ. $5 ഇതിൻ്റെ അവശിഷ്ടമൊന്നും കാണാമല്ലോ കേട്ടോ. ഇത് ഒറിജിനൽ തന്നെ കേട്ടോ. ഒറിജിനൽ ആണെന്നാട്ടോ എനിക്കും തോന്നുന്നത്. പിന്നെ ഇതൊക്കെ സീലും പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ? ഞങ്ങളിവിടെ അന്വേഷണം കുറേ നോട്ടുകൾ. അടിപൊളി. ഇതേ $5. ഇതെവിടെയാ? ഇതേ 5. പിന്നെ ഇവിടെ ചേട്ടാ ഇതൊന്നായി. പതിയെ ഒച്ചേറ്റ് നമ്മളെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും. എൻ്റെ പൊന്നെ, അതെ ഒരു നോട്ടാ അത്. വേറെ എവിടെ ചേട്ടാ? വേറെ കണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഇവിടെ മൊത്തം $. കീറിയിട്ടൊക്കെ കേട്ടോ. അതായത് ഈ കാണുന്ന TVSൻ്റെ ഷോറൂമിൻ്റെ, ഈ മഹീന്ദ്രയുടെ ഷോറൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലാട്ടോ. അത് കൊള്ളാലോ. വേറെ കാണുന്നില്ലല്ലോ. വേറെ ഇല്ലല്ലോ. വേറെ ഇല്ല. ഒന്നിപ്പിച്ചു. ഒരു പീസും കൂടെ വേണം. ഷൂട്ടിങ് നടക്കുവാണ്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് ഇങ്ങനെ എല്ലാം സെറ്റപ്പ് ചെയ്യണം കേട്ടോ. എല്ലാവരും ക്യാമറമാനും എല്ലാവരും പോകട്ടോ. സിങ്കായി. കഴിഞ്ഞ ദിവസത്തെ പോലെ കഴിഞ്ഞ ദിവസം 22 ഷോട്ട് എടുത്ത കഴിഞ്ഞ ദിവസം. അപ്പോൾ അതൊന്നുമില്ല കേട്ടോ. 2 ഷോട്ടിൽ ഇങ്ങനെ സംഭവം റെഡിയായി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 സെറ്റ് ഉണ്ട്. ഈ സെറ്റും ഒന്ന് നമുക്ക് അവിടെ ഉണ്ട് നമ്മുടെ സൈറ്റ്. അവിടെ ഒരു സെറ്റ്. ശേഷം ഇവിടുത്തെ പരിപാടി കഴിയാറായി.
ഏതാനും നിമിഷങ്ങളിനുള്ളിൽ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകട്ടോ. ഇതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. കാരണം ഇനിയിപ്പോൾ അവിടുന്ന് പെട്ടേന്ന് പറഞ്ഞ് കാര്യങ്ങൾ തീർക്കണം. മേഴ്സിക്ക് ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. ആ ഒരു മിസ്സിങ്ങോ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നില്ല. ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വേണം സഫാരി നന്നാക്കാൻ വേണ്ടി കൊടുക്കാം കേട്ടോ. ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അവരും അതേ സമയത്ത് ഇവിടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അവരും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഗൈസ് നോക്കൂ, ക്യാമറയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടെ പണിയും കാര്യങ്ങളും തുടങ്ങി കേട്ടോ. ഗൈസ് നോക്കൂ, ലിബിൻ അതിൻ്റെ അകത്തുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. എങ്ങനെ അതിൻ്റെ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇതുവരെ ഇത് ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ ഷൂട്ടിംഗ് കണ്ട് 3 ദിവസമായി. പക്ഷേ ഇതിൻ്റെ ഒരു സെറ്റപ്പും സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. ഇത് ആദ്യത്തെ അവസാനത്തെ നടുക്കത്തെ പിന്നെ ലാസ്റ്റ് അങ്ങനെയൊക്കെ ഓരോ രീതിയിലായിട്ട് ലിബിൻ ലെൻസുമായിട്ട് എത്തി കേട്ടോ. എന്തോ ലെൻസ് ചേഞ്ചിങ്ങും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ സമയത്ത് ഇവിടെ മൈക്കിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് സെറ്റപ്പ് ചെയ്യാണ്. എന്തെല്ലാം പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഇനി എത്ര ഉള്ളു കേട്ടോ. ചേച്ചിയുടെ പരിപാടി കഴിഞ്ഞോ? എത്ര ഷോട്ട് തീർന്നു? അല്ല, എത്ര ഷോട്ട് തീർന്നു ലിബിയുടെ നിങ്ങളുടെ? കഴിഞ്ഞു. കൈസ് ഇനിയിപ്പം നേരെ അങ്ങോട്ട് കൊണ്ട് കേസ് ഉള്ളു. ഇനിയിപ്പം ഈ ഷോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നിട്ട് സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാണ്ട് ഒന്നാണ് ലിബിന സപ്ലയർ കേട്ടോ. സാധനം തരാൻ പറയടാ, സാധനം തരാൻ പറ. ഇനി എന്നാ ഒരു വെള്ളയപ്പം, ഒരു ചിക്കൻ റോസ്റ്റും എല്ലാവരും കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അതിന് എന്നതാ? ഒരു ചിക്കൻ കറി പുളിങ്ങോട്ട, പച്ചമുട്ട കേട്ടോ, പൊട്ടിച്ചാക്കരുത്. പണിവാളിപ്പൂ പിച്ച ഇവിടെ ചേട്ടാ ഒരു വെള്ളപ്പം തരും കേട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ വന്നു. എല്ലാരും ചുറ്റിക്കറങ്ങി ഇന്ന് ഓരോ കഥകൾ പറയും അല്ലേ ലിബിന്? അല്ലേ? ഇനിയിപ്പോ ഒരാളും കൂടെ വരാണ്ട്, അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ. സത്യം കേട്ടോ. ഈ കാണുന്ന ബെഡിനുണ്ട് 500 ഒരെണ്ണത്തിന് 500 കൊണ്ടുപോകാൻ 2000 ആണോ? 1000 രൂപ കാശ്. എന്റെ അമ്മ. ഇനിയിപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തുടങ്ങും കേട്ടോ. ട്രൗസർ കയറി ഇന്ന് തീരണം. ഇന്ന് തീർന്നാലേ നമ്മുടെ പരിപാടികൾ നടക്കുള്ളൂ. ഷൂട്ടിങ്ങിന് വേണ്ടി ലൈറ്റ് സെറ്റ് ചെയ്തൊക്കെ നോക്കി. ഈ കളത്തിന്റെ അത്തോടെ ലൈറ്റ് വരുമോ? ഇതെന്നാ സാധനം? ആണി അതിന് മേളിൽ ഇങ്ങനെ ലൈറ്റ് വെക്കുക. ഇതേ ലൈറ്റ് സെറ്റ്. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് 2 ലൈറ്റ് കേട്ടോ പറയാ. അസ്ട്ര ചേട്ടൻ്റെ പേരുന്ന അബിൻ എബിൻ. അതിൻ്റെ അപ്പുറം ലിബിൻ ഡയലോഗ് പഠിക്കട്ടോ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവൻ്റെ ശ്രദ്ധ പോകും. ഇതുണ്ടോ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് നിൽക്കുന്നു. നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനവട്ട ചിട്ടവട്ട പരിപാടികൾ കഴിയും. അതിൻ്റെ ഉള്ളിലാണ് എല്ലാ പരിപാടിയും. ഇവിടെ ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുഴി എടുത്തു കഴിഞ്ഞാൽ സാധനം ഇട്ട പരിപാടി കഴിഞ്ഞു. റൈറ്റ്, അല്ലേ? ഇത് തീർക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓവറൊന്ന് ബ്ലോഗ് ചെയ്യാൻ. ഇതൊക്കെ ഒരു കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം കേട്ടോ. അവിടെ ഒരു ബെഡ് നിറയ്ക്കാനുണ്ട്. ആ ബെഡ് നിറയ്ക്കുന്നതിന് വേണ്ടി കുഴി എടുക്കുന്നതായി കാണുന്നത്. എൻ്റെ കർത്താവിശ്വമിശിയായി ട്രൗസർ കീറുന്ന പരിപാടി എന്ന് വെച്ചാൽ ട്രൗസർ കീറുന്ന പരിപാടി അല്ലേക്കാ? ട്രൗസർ കീറുന്ന പരിപാടി എന്ന് വെച്ചാൽ ട്രൗസർ കീറുന്ന പരിപാടി. സിനിമയിൽ അഭിനയിക്കൽ മാത്രമല്ല, ഇപ്പൊ കുഴിയെടുക്കണം, പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെയാണത്. നോക്കും, അതിൻ്റെ അത് ഷൂട്ടിങ് നടക്കും കേട്ടോ. ആ സമയത്ത് വേറൊരു ആവശ്യമുണ്ട്. അതിനുവേണ്ടി നജീബിക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും കേട്ടോ. എന്തായാലും ഇന്ന് തീരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങളുടേത് ഏതാണ്ട് അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പരിപാടി കേട്ടോ. ജനറേറ്ററിൻ്റെ ഒരു ഷൂട്ട് വന്നേ. അപ്പോൾ ഈ ലാൻഡ് നമ്മളറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരാണ് നമുക്ക് ഈ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വിട്ട് തന്നേക്കണേ. അപ്പോൾ അവസാനം അവരുടെ ജനറേറ്ററും കൂടെ നമുക്ക് തന്നു കേട്ടോ. ഈ കാണുന്ന ഈ കംപ്രസർ ഉണ്ടല്ലോ, 10,000 രൂപ ഇപ്പം നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഈ കാണുന്ന കംപ്രസർ ഇപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് കാണിച്ചേ. ഇത് വേദനിക്കും. എടാ ഇതിന്റെ സ്പോഞ്ചില്ലടാ, ഇത് പൈപ്പാ. വളരെ വർഷങ്ങൾക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. വേന എടുക്കുന്നുണ്ടോ? വേനുണ്ടേ വിലക്ക് അടിക്കുന്ന സുഖം വേദന ഉണ്ടാവില്ല.
ഗൈസ് ഒരു ഷൂട്ട് ചെയ്യാനുള്ള ഒരു ക്ലിപ്പിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാട്ടോ കാണുന്നത്. എന്തൊക്കെ സംഭവം ചെയ്യണേന്ന് നോക്കിയേ. ഞാൻ പോയി നോക്കി അടുത്ത സീൻ എന്ന് വെച്ചിട്ടുണ്ട്. ഒരു മാരുടെ സീനാ കേട്ടോ വരാൻ വേണ്ടി പോകും. അല്ല ചേട്ടാ ഈ സീൻ എന്നാ ചേട്ടന് പറയാനുള്ളത്? ആണോ? ആരറിയത്തില്ല ട്യൂഷനല്ലേ അല്ലേ? അതെ അതെ. ചേട്ടനെ പറ്റിയ ഓടിക്കോ 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 ഓടിക്കോ. ആ സാധനങ്ങൾ ബൾബ് കൂടി എത്തിയാ 13-15 കേട്ടോ. എന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ ലൈറ്റ് ഇല്ല അന്നപ്പോൾ. പക്ഷേ ഞങ്ങളൊക്കെ ഇത് വന്നപ്പോഴത്തേനും നമ്മളങ്ങ് താമസിച്ചു. ചേട്ടാ ചേട്ടൻ എന്നാ പരിപാടി കാണിച്ചു? എത്ര റീടേക്ക് എടുത്തു ചേട്ടാ? പൊന്നും മോനെ നീ നിന്റെ ചേട്ടനെ കാണാനെന്ന് പറഞ്ഞ് തൊള്ള തുറന്നപ്പോ ഞാൻ മാത്രം ഉണ്ടായിട്ട് നിനക്ക് അറിയാട്ടോ. നീ എനിക്ക് ആ 10-20 ലേറ്റ് അതിൻ്റെ ഇടയിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നജീബിക്കായ്ക്ക് ഇതിന് മിക്കവാറും ചേട്ടന്റെ സാധനം പോയി. ചേട്ടാ സാധനമൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇത് ഇന്നലെ വന്ന സാധനം തന്നെയല്ലേ ചേട്ടാ ഇത്? അല്ലേ? ഇതിന് എത്രയുണ്ട്? ഇതിനോ 60 രൂപ ഉണ്ടല്ലേ? 4 മണിക്ക് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടി അല്ലേ? ആ എല്ലാം സെറ്റാ. ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ ഏറ്റവും പ്രായം കൂടി ചേട്ടനാ കേട്ടോ. 27 വയസ്സായി. ഈ ചേട്ടൻ്റെ അവസാനമായിട്ട് ലൈറ്റിൽ തന്നെ എത്തി. അല്ലാതെ പെട്ടെന്ന് വെച്ചാൽ ചേട്ടൻ ഞാൻ പിടിക്കാന്ന് വിട്ടു. ഇതിൻ്റെ അകത്ത് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാമറ സെറ്റിങ്, അതേപോലെ ലൈറ്റ് നോക്കി ഫുള്ള് ഔട്ട്ഡോർ ആയതുകൊണ്ട് ഇത് ഫുള്ള് ലൈറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെയാണ്. ലൈറ്റ് നോക്കി അവസാനമായിട്ട് അത് ഷൂട്ട് ശരിയാകുന്നില്ല കേട്ടോ. ലൈറ്റിൻ്റെ കളി കേട്ടോ. ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ സമയം ഏതാണ് സമയം ഏതാണ് പറ്റിയത് നോക്കി. അവൻ ലൈറ്റ് ആക്കുന്നു, സെറ്റാക്കുന്നു, എടുക്കുന്നു. നോക്കി എല്ലാവരും മാറി. ആ ചേച്ചിയുടെ മാത്രം വാട്സപ്പ് എടുക്കാനായിരിക്കും. ചേട്ടാ ഗ്യാസാണോ വേറെ ഇരിക്കുന്നത്? ബേക്കിലോട്ട് തന്നെയല്ല അടിച്ചു കൊടുക്കുന്നത്. പക്ഷെ എവിടെ ചെന്നാലും തരും കേട്ടോ. അവിടുന്ന് പിടിച്ച് നോക്കി ഫ്രെയിം അടിച്ച് നോക്കി. എന്താ പൊന്നെ നോക്കി. ആ ചേച്ചി ഉള്ള പൊടി മൊത്തം അടിച്ച് കയറ്റും കേട്ടോ. നോക്കി ഓടിക്കോ. എന്താ പൊന്നെ ലെൻസ് ഓരോന്നോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതെന്താ സംഭവം? വീണ്ടും ആശം പിടിച്ചു. സൗണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതാ ഏറ്റവും വലിയ പ്രശ്നം. എന്താ പോസ് ചെയ്തിട്ട് ഓരോ ഷൂട്ട് നോക്കി. എൻ്റെ പൊന്ന് കേസ് യാക്കനെ പറ്റിയ ഇങ്ങടിക്ക്. അഭിനയിക്കാൻ അറിയാവുന്ന ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് വേറെ ആർക്കും പറ്റത്തില്ല.
പാവമുള്ള പൊടിയെല്ലാം അടിച്ച് കയറ്റും കേട്ടോ. കുറേ പൊടി കൊണ്ടിടുന്നു. അടിക്ക് ടെസ്റ്റ് ഭയങ്കരമായിട്ട് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊടി എന്ന് പറയും, ആ ചേച്ചി ടെസ്റ്റ് അടുത്തടിക്കുക. ആ പിന്നെ അവിടെ വീണ്ടും നോക്കിയിരിക്കുന്നു പൊടി സർ അടിച്ചു. പൊടി പറ്റി. ഈ ചേട്ടനെ പൊടി പാറ്റി. ഈ ചേട്ടനാണ് കൊടുക്കുന്നയാൾ. ചേട്ടൻ അടിക്കും. എങ്ങനെയാണ് ഈ ചേട്ടൻ കൊടുക്കുന്നയാള് ഈ ചേട്ടൻ അടിക്കും. റോളി പാറ്റിക്കും. ആശം എങ്ങനെ വെളുത്തിട്ടിരുന്ന എല്ലാ ആൾക്കാരാണ്. ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം കറുത്ത് കരിവാടിച്ച് പോയപ്പോൾ അടുത്ത് നോക്കി അങ്ങോട്ട് വരുമ്പോൾ അടുത്ത ഷോട്ട് നജീബ്ക്കായി ഇതിനൊക്കെ കൂടി എന്തോ ഷോട്ടാണ്. ഷോട്ടിന് എനിക്ക് അറിയത്തില്ല, ഞാൻ വായിച്ചു നോക്കിയില്ല. കൈവിട്ട് പോയെന്നോ? നീ രക്ഷപ്പെട്ടവനെ തൊടിയില്ല. മടുത്താ ഇപ്പോൾ ആക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത പരിപാടി ഇക്ക നജീബ്ക്ക ചിലപ്പോൾ ഒറ്റ ഷോട്ട് തീരാറുണ്ട്, പഴയ കലാപനായതുകൊണ്ട്. കാർ ഓടിക്കാൻ അറിയില്ല, അതാണ് ഇന്നത്തെ വിഷയം. അടുത്ത ഷോട്ട്. ഇത് ഓരോ ഷോട്ടും മാറ്റി മാറ്റി എടുക്കണം കേട്ടോ. അതൊക്കെ ഭയങ്കര പാട് പിടിച്ച ഏർപ്പാടാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓ ഗൈസ്, ഇന്നത്തെ ഫുഡ് ആരൊക്കെ വെച്ച്? ബിരിയാണി. വെച്ചുള്ള ചേട്ടൻ വന്നില്ല. സമയമുള്ളൂ. ചേട്ടാ എനിക്കും കൂടെ ഉള്ള എടുക്ക ചേട്ടാ. ചേട്ടാ ഇതെല്ലാരും കൂടെ ഉള്ള എടുത്താ. ഓടിക്കോ. ചർലാസ് അച്ചാറ്. ലക്ഷ്മി ചേച്ചി ഫുഡ്. അച്ചാറില്ല. ഗൈസ് ഞങ്ങള് കിട്ടിയ ഗ്യാപ്പില് ഫുഡ് അടിക്കാൻ വേണ്ടി പോകട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഉള്ള സമയത്ത് ഉള്ള സ്ഥലത്ത് നമ്മൾ ഉള്ള വെച്ച് ചെയ്യും കേട്ടോ. 6 മണിക്കല്ലേ എല്ലാവരും? നമ്മളിന്ന് എത്ര പേരുണ്ട്? 11 പേരോ 12 പേരോ? എങ്ങനെയുണ്ട് ബിരിയാണി? തൊണ്ട പോയെന്ന് അലറിയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ കേട്ടോ. കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് പരിപാടി തീർക്കണം കേട്ടോ. അത് കാരണം ഇതിനൊക്കെ അപ്പുറം ഉണ്ട് കേട്ടോ. ബാബാ 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. എൻ്റെ പൊന്ന പാടാട്ടോ അത്. തല്ല സീനാട്ടോ. തല്ല സീൻ സ്റ്റാൻഡിലെല്ലാം മാറ്റി ഇനി അടുത്ത തല്ല സീൻ. മിക്കവാറും വടി വെച്ചവൻ തിരിച്ചെല്ലാം ചാൻസും കേട്ടോ. കഴിഞ്ഞട്ടോ പരിപാടി. നമ്മളിവിടെ മറന്നു കഴിക്കുന്നതും കുഴപ്പമില്ല. ഗായ്സ് നോക്കി അടുത്ത ഷോട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ. ഗായ്സ് അടുത്ത ഷോട്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വീഴുന്ന ഷോട്ടാണ് കാണേണ്ടത്. ആരെ വീവാ? നിങ്ങളുടെ കാലിനകത്ത് തട്ടത്തില്ലല്ലോ ഞാൻ പെട്ടി നിൽക്കുന്നത്. അങ്ങനെ ഞാനാ ചേട്ടൻ തന്നെ. ചേട്ടാ മാറാൻ. ഗായ്സ് ഒരു മുടി പ്രശ്നമായതുകൊണ്ട് മുടി കെട്ടിയത് എന്താ പ്രശ്നമായതുകൊണ്ട് വീണ്ടും റീടോക്ക് പോവാ കേട്ടോ. ആശ എല്ലാം പടപടാന്ന് ചേട്ടന്മാർ അടിച്ചടിച്ചടിച്ച് വെക്കുന്നുണ്ട്. സമയമില്ല, അതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ. എല്ലാം പടപടാന്ന് പറഞ്ഞിട്ട് ചെയ്തു വിടുന്നത് കേട്ടോ. ആ സ്പോട്ടിൽ മാറ്റി കേട്ടോ. അതിൻ്റെ ഫ്രെയിം സെറ്റാക്കും കേട്ടോ. ഇതിൻ്റെ അടി സാധനം കുഴിച്ചിട്ടാക്കുവാണ് നോക്കുവാണ്. അത് ഇവിടെ നോക്കുക നാച്ചുറലായിട്ട് സെറ്റപ്പ് ചെയ്യാണ് പരമാവധി. അത് ഇതിൻ്റെ അകത്ത് വരാതിരിക്കാൻ കേട്ടോ. മണ്ണിട്ട് നമ്മുടെ ബാബു എന്ത്
അയ്യോ അല്ല കൈ വെക്ക്. ഓക്കെ റെഡി റോളിംഗ്. ഇതല്ലേ ഞാൻ ഈ വീണോണ്ട് ഞാൻ അയാൾ വീണ ലുക്ക് കിട്ടാൻ വേണ്ടി ഇരുന്നോ. റെഡി റെഡി ഇമ്മീഡിയറ്റ്. ഓക്കെ റെഡി റോളിംഗ്. ഇത് നോക്കണം. ഇതൊക്കെ അമ്മമാര് പടി കൊണ്ട് രണ്ടുപേര് വരും. ചേട്ടാ ഗുണ്ടകളെല്ലാം തകരാൻ നിന്നോട്ടോ ആയി കേട്ടോ. അവിടെ നോക്കി ക്യാമറ വെച്ച് ആയിക്കോ കേട്ടോ. ആ ബാഗ് കൊണ്ടൊന്ന് കൂടെ. പടി രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ ഇല്ലേ? അടി കൊള്ളണമെന്നാ പറഞ്ഞു. എന്നെ ഇരിക്കുന്നത് നന്ദി നിങ്ങൾ അവരെ പിടിച്ചോ. നിങ്ങൾ കാറ്റിലും തിരിച്ചു പിടിയാ. തിരിച്ചു പിടിയാട്ടാ. ഓടിപ്പോ ഓടി പോയാ വ്യാച്ചെന്ന് പറഞ്ഞിട്ട് ഓടി പോയാ എടിയെന്ന് വിളിച്ചു. ഓ കാശ് ഇനി മെയിൻ ആയിട്ടുള്ള സ്റ്റണ്ടായിട്ടാണ് വരുന്നത്. ഈ സ്റ്റണ്ടും കൂടെ കഴിഞ്ഞ ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞു. മെയിൻ സ്റ്റണ്ട് അടി 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 ഇരുന്ന് കണ്ടോ അടി. വളരെ കൂളായിട്ട് സിമ്പിളായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. അത് നോക്ക് ഏതിലോ ആണത്. ഇത് മണ്ടോടാ. ഇത് ഈ ഒറ്റ തിരിയുന്ന സാധനം മാത്രം. ഇങ്ങനെയാണോ കണ്ടോ കയറാൻ പറ്റും. ഈ ഒരു കൈ പിടിച്ചാൽ മതി. ഇടത്തെ കൈ പിടിച്ചാൽ മതി. കയറ്. അത്ര ആക്കുക. ഒരു പ്രാവശ്യം ഇവിടെ നിന്നാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇവിടെ നിന്നായിരിക്കും. മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ വന്നിട്ട് ഓഗസ്റ്റിന് ഇവന്റെ അടുത്ത ഷോട്ടാണ് എടുക്കാൻ വേണ്ടി നോക്ക്. ഓ ഗായ് ഫൈറ്റ് സീൻ കാണാൻ വേണ്ടി ഒരു ഭായ് നിൽക്കുന്നു. നോക്കി भाई देखो एक आपका फ्रेंड है ना, इधर देखो इधर देखो इधर देखो देखो वीडियो शूटिंग. छोटे इधर देखो उधर. ഓ ഗായ്സ് ഏകദേശം ഫൈറ്റ് സീൻ കഴിയാനായി കേട്ടോ. ഫൈറ്റ് സീനാണ് ഏറ്റവും സമയം. ഫൈറ്റ് സീനും എൻ്റെ ഡയലോഗും ആയിരുന്നു ഏറ്റവും കൂടുതൽ. വിക്രു ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഫൈറ്റ് സീൻ ആക്കുന്നു കേട്ടോ. ഗൈസ് നോക്കി വിക്രു എല്ലാം റെഡിയാക്കി അതൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ സാധനം പൈപ്പാ? ഇവിടെ ഒരു ഷൂട്ടിൻ്റെ ഇത് കഴിഞ്ഞ ആൾക്കാരിക്കുന്നു. അടുത്ത ഷൂട്ടിനോട് തയ്യാറെടുക്കുന്നു. ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഫൈനലി ഷൂട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. പാക്കപ്പ് പറഞ്ഞു. എൻ്റെ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. എല്ലാവരും പോയി. ഇപ്പം ഞാനും ചേട്ടനും ലിബിനും ഇക്കയൊക്കെ ഉണ്ട് അവിടെ. അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പം പോവും. ഇനി കൂടെ SST മേടിക്കണം അല്ലേ? നമുക്ക് ഒരുമിച്ച് മേടിക്കാം. പോകുന്ന വഴിക്കൊന്നും മേടിക്കാം.
എന്നിട്ട് അതിൻ്റെ അകത്ത് ചേട്ടൻ കോപ്പി ഇരുന്നു, ചേട്ടൻ ഇന്ന് പോവും. എന്നിട്ട് എഡിറ്റിങ് പരിപാടി അപ്രോക്സിമേറ്റ് എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല വരാൻ. ഇനിയിപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം, എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടോ, പിന്നെ അതുപോലെ തന്നെ കളർ ചെയ്യണം, എഡിറ്റ് ചെയ്യണം, പിന്നെ എന്നാ ഗ്രേഡോ റോപ്പ്, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞ സാധനം കിട്ടുള്ളൂ. ഇപ്പോഴും ഇതെന്താ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലേ, വന്ന ഓരോരുത്തർക്കായിട്ട് നമ്മൾ ഇനി പൈസ കൊടുക്കാണ്ട് എല്ലാവർക്കും നമ്മൾ ഇനി പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യണം കേട്ടോ. എല്ലാവരും പൈസ കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി 1600. ആ ചേട്ടാ, ഇപ്പൊ അടുത്ത പ്രാവശ്യം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഓരോരുത്തരുടെ പൈസ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുക. ഞങ്ങളെല്ലാം വണ്ടി കയറി പോവാം. പോകട്ടെ, ബൈ ബൈ, സീ യു. നമ്മള് പറഞ്ഞാ പോരല്ലോ. ഓക്കെ, പോവാനേ. ബൈ ബൈ. കടയിലായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. ഇവിടുത്തെ ഒരു ഫണ്ടും കൂടെ കൊടുക്കാണ്ട് അതിനുശേഷം നമുക്ക് നേരെ തിരിച്ചു പോകാം. എന്ത് ജനമാന്ന് നോക്കിയേ, വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജനങ്ങളുടെ ചാകരയായിട്ടോ. ഓ, നിങ്ങളുടെ ഇത് തന്നെ ഒന്ന് ക്യാമറ കൊടുക്കട്ടെ. താങ്ക് യു. ആ, ബാക്കി ലിവിന് പൈസ കൊടുത്തിട്ട് വരുന്നു. ഞങ്ങൾ നേരെ ഇവിടുന്ന് തിരിച്ചാട്ടോ പോകണ്ടേ. ഇത്രയും തിരക്കുണ്ടായിരുന്നു ചേട്ടാ. ഓ ഗൈസ്, ഇത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഏരിയക്ക്. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് വന്നാണ്. അവിടെ നമ്മൾ ക്യാമറ റെന്റിന് എടുത്തായിരുന്നു. ക്യാമറ അല്ല, അപ്രോക്സിമേറ്റ് ഇസ് മൈ ബോഡി. അപ്പോൾ റിപ്പോർട്ടർ ഓഡിയോ യാ. അപ്പോൾ റിപ്പോർട്ടർ ചാനലിന് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്താണ് അത് എടുത്തത്. അപ്പോൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി മറ്റേ ചേട്ടൻ പോയി. പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം വരെ. എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വണ്ടി ചെന്ന് പറയാം കേട്ടോ. ഒരു പിടിയും കിട്ടുന്നില്ല. പറയൂ. ആ ഓക്കെ കുട്ടാ. സ്റ്റോറി വന്നാണ്. ഞങ്ങൾക്കൊരു ഹാർഡ് ഡിസ്ക് മേടിക്കണം. അപ്പം ലിബിനും ചേട്ടനും നേരെ അങ്ങോട്ട് പോവാണ്. ആ ഡിസ്ക് മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഇനി കോപ്പി ചെയ്യണം. നന്നായിട്ട് ഉറങ്ങണം. എത്ര ദിവസം 6 മണിക്ക് എണീറ്റെന്നറിയാവും. എന്തായാലും പോയി സാധനങ്ങൾ ഓരോന്നായി മേടിച്ചിട്ട് വരട്ടോ കേട്ടോ. ഞങ്ങൾ SSD ഒക്കെ മേടിച്ച് വണ്ടിയുടെ പുറത്തിറങ്ങിയ SSD വണ്ടിയുടെ ഉള്ളിലുണ്ട്. ഞങ്ങളെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ലാസ്റ്റ് എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ ഓത്രയായി എല്ലാവരും പോയി. ഞങ്ങൾക്കൊന്നും ഒട്ടും വയ്യ. ലിബിന് നടക്കാൻ പോലും വയ്യ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഇത് കണ്ടോ, ഒരു മഴ ഇവിടെ, ഒരു മഴ ഇവിടെ, ഒരു മഴ ഇവിടെ. നമ്മുടെ കപ്പ ബിരിയാണി വന്നു. ഇനി ചേട്ടനും കൂടെ വരാനുണ്ട്. സംഭവം നല്ല എവിടെയാ? തലശ്ശേരി പാനൂര്. എല്ലാവരും ഞങ്ങളുടെ നാട്ടിൽ തന്നെ കേട്ടോ. തലശ്ശേരി ഹോട്ടൽ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ അതേ സെയിം സെറ്റപ്പ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒട്ടും വയ്യ, കഴിക്കട്ടെ കേട്ടോ. ഇതാണ് ഞങ്ങൾ മേടിച്ച SSD ഫൈനൽ വർക്കായത്. ഇതാട്ടോ, എല്ലാം കോപ്പി ചെയ്തെടുക്കുക അല്ലേ. അതോടെ പരിപാടി കഴിഞ്ഞു. ലിബിന്റെ കാലിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെന്നാടാ അത്? അതല്ല, അടിപൊളി. അതാണ് എടുത്തോണ്ട് പോടാ. നീ അതിലും വലിയ ടീമാണല്ലോ. കാലിന്റെ സ്പ്രേ എടുക്കാൻ പറഞ്ഞു പോകാൻ റൂമിന്റെ സ്പ്രേ എടുത്തോണ്ടോ നോക്കുക. ലിബിന്റെ കാലിലും പണി കിട്ടി കേട്ടോ. ലിബിൻ ബോളിങ് അടിക്കുവാണ്. മുഴച്ചടിക്കുന്നത്. 3 ദിവസമായിട്ട് മാറായിട്ടാക്കുന്ന ഡ്രസ്സായിരുന്നു. ഇനി ഇന്ന് മാറണം. നാളെ കുളിക്കണം. അയ്യോ, ഇന്ന് കുളിക്കണം. സോറി, ഞങ്ങൾ ഡെയിലി കുളിക്കുന്ന ആളാണല്ലോ. കാണുന്ന സാധനത്തിന്റെ വില എത്ര എന്നറിയുമോ? 10,000 രൂപ. പൊട്ടിക്കട പൊട്ടിക്കട. ഇതിന് ഗ്യാരണ്ടി ഉള്ള പേപ്പർ വേണമെന്ന് പറഞ്ഞത്. ഇത് വേണമെന്ന് പറഞ്ഞു പേപ്പർ. ആണോ? ഇതങ്ങനെ അടിച്ചു പോറില്ലല്ലോ ചേട്ടാ. നമ്മുടെ യോഗം 10,000 രൂപയുടെ സാധനം നോക്കിയേ. 10,000 രൂപയുടെ സാധനം നോക്കിയേ. ഇതന്നെ കേട്ടോ, റിമോട്ടിന് അത്രേ ഉള്ളൂ. മൊബൈലിന്റെ പോലെ ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പകുതി പോലും ഉണ്ടാവില്ല. ചെറുതല്ലേ 1 TV. It is